ഹലോ, ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പാസ്ത റെസിപ്പിയാണ്. വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഇൻസ്റ്റൻറ്റ് പാസ്ത റെസിപ്പി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പാൻ എടുത്ത് ചൂടാക്കിയ ശേഷം നമുക്ക് കുറച്ച് എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിൽ ചേർത്ത് കൊടുക്കാം. അതിലോട്ട് ഒരു 3-4 വെളുത്തുള്ളി അല്ലി നന്നായിട്ട് പൊടിയായിട്ട് അരിഞ്ഞതിട്ട് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ ഒരു 2 ചെറിയ സവോള പൊടിയായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇതൊക്കെ വളരെ ആഡംബരമാണ്. ഇതൊന്നും ഇല്ലാതെയും നമുക്ക് ചെയ്യാം. ഈ സ്റ്റെപ്പ് നമുക്ക് സ്കിപ്പ് ചെയ്തിട്ട് ഡയറക്റ്റ് പാസ്ത വേവിച്ചിട്ട് നമ്മുടെ റെഡിമെയ്ഡ് സോസിൽ മിക്സ് ചെയ്താലും നമുക്ക് നല്ല പാസ്ത കിട്ടും. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ കുറച്ച് ക്രഞ്ചി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഒനിയനൊക്കെ ചേർത്ത് കൊടുത്തതേ ഉള്ളൂ. ഈ ഒനിയന് മാത്രം ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് നമ്മൾ റെഡിമെയ്ഡായിട്ട് മേടിച്ച പാസ്തയാണ്. പാസ്ത സോസാണ് ഈ പാസ്തയ്ക്ക് യൂസ് ചെയ്യുന്നത്. ടൊമാറ്റോ സോസാണ്, ടൊമാറ്റോ ഫ്ലേവറിലുള്ളതാണ്. അപ്പോൾ കുറച്ച് പുളി ഉണ്ടാവും. അപ്പം ഇത് ഇഷ്ടമില്ലാത്തവർക്ക് വേറെ എന്തെങ്കിലും ഫ്ലേവർ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടെ ഞാൻ ഇതിലോട്ട് ചേർക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഓക്കെ, നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം ഞാൻ ഒരു ബോട്ടിൽ ഫുൾ തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. സോസ് 300-350 ഗ്രാം പാസ്തയാണ് ഞാൻ വേവിച്ച് വെച്ചിരിക്കുന്നത് 3 പേർക്ക് വേണ്ടിയിട്ട്. അതിലോട്ട് പാസ്ത വേവിച്ച വെള്ളവും കൂടെ ചേർത്തിട്ട് നമുക്ക് ഈ സോസ് ഒന്ന് കുറച്ച് ലൂസാക്കി എടുക്കാം. ബ്രൗൺ പാസ്ത വെച്ചിട്ടാണ് ഇന്ന് ഞാൻ പാസ്ത പ്രിപ്പയർ ചെയ്യുന്നത്. പാസ്ത ആദ്യം തന്നെ തിളപ്പിച്ച വെള്ളത്തിലിട്ട് നന്നായിട്ട് ഉപ്പൊക്കെ ചേർത്ത് വേവിച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അത് സോസ് ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും, ഇത് ഓവർ കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് പാസ്ത ഇട്ട് ഇളക്കി കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ച വെള്ളവും കൂടെ ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്യുക. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഫ്ലേവറൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ച് വരട്ടെ. ഈ പാസ്ത സോസിൽ പാസ്തയ്ക്ക് ആവശ്യമായിട്ടുള്ള ഒറിഗാനോ ഒക്കെ ഓൾറെഡി ഉള്ളതാണ്. പിന്നെ നമുക്ക് വേണമെങ്കിൽ കുറച്ച് എക്സ്ട്രാ കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പാസ്ത ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. പാസ്ത വേവുന്ന സമയം മാത്രമേ എടുക്കുകയുള്ളൂ. ഇതിന് വളരെ സിമ്പിളായിട്ട് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നൊരു റെസിപ്പിയാണ്. എല്ലാ ദിവസവും നമ്മൾ ഹെൽത്തി ആയിട്ട് കഴിച്ചാലും ഒരു ചേഞ്ചൊക്കെ വേണ്ടേ. അപ്പം നമുക്കിന്ന് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു പാസ്ത ഉണ്ടാക്കി നോക്കാം. ഇത് ട്രൈ ചെയ്തിട്ടില്ലാത്തവർ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള സോസ് വെച്ചിട്ട് ഒന്ന് ചെയ്ത് നോക്കൂ. സെയിം രീതിയിൽ തന്നെ ചെയ്താൽ മതി. പാസ്ത സെർവ് ചെയ്യുമ്പോൾ നമ്മളതിലോട്ട് നന്നായിട്ട് ചീസ് ചേർത്ത് കൊടുക്കുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് വരുന്നത്. പർമജാൻ ചീസാണ് ഞാനിവിടെ ചേർക്കുന്നത്. കയ്യിൽ ഏത് ചീസാണോ ഉള്ളത് അതിനൊക്കെ ചേർത്ത് കൊടുക്കാം. സ്ലൈസ്ഡ് ചീസായാലും മതി. നന്നായിട്ട് നിങ്ങളുടെ ടേസ്റ്റിന് ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള ചീസ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഈസി ടേസ്റ്റി പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ബൈ. ടേക്ക് കെയർ.